ആധാരമെഴുത്ത് അസോസിയേഷൻ ഹോസ്തൃക് യൂണിറ്റ് കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. പുതിയകോട്ടയിലെ ഹോട്ടൽ ഫോർട്ട് വിഹാർ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. 10 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള സ്ക്രൈബ് ലൈസൻസുകൾക്ക് പരീക്ഷ കൂടാതെ തയ്യാറാക്കൽ ലൈസൻസ് നൽകണമെന്നും എഴുത്ത് ചാർജ് കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നും ആധാരമെഴുത്ത് അസോസിയേഷൻ ഹോസ്തൃക് യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പുതിയകോട്ടയിലെ ഹോട്ടൽ ഫോർട്ട് വിഹാർ ഹാളിലെ CN നാരായണൻ നായർ നഗറിൽ വെച്ച് നടത്തിയ വാർഷിക കൺവെൻഷൻ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മാറി വരുന്ന തൊഴിൽ നിയമങ്ങൾ നിങ്ങളുടെ മേഖലയെ മാത്രമല്ല എല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ വ്യാവസായിക മേഖലയിലെ തൊഴിൽ നിയമങ്ങൾ പണ്ട് നമ്മൾ പറയുമായിരുന്നു 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നുള്ളതൊക്കെ നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ള അവകാശങ്ങളാണെങ്കിൽ ഇന്ന് അതൊക്കെ മറികടന്ന് 12 മണിക്കൂറും 16 മണിക്കൂറും നമ്മുടെ മക്കളെ കൊണ്ടടക്കം ജോലി ചെയ്യിപ്പിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ അടുത്ത് കാണാം. ഇപ്പൊ നിങ്ങളുടെ കുട്ടികളൊക്കെ ചില അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ജോലി ചെയ്യുന്ന സമയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 8 മണിക്കൂറല്ല 10-16 മണിക്കൂർ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്നിടത്തേക്ക് അവരുടെ തൊഴിൽ സംസ്കാരം മാറുകയാണ്. അപ്പോൾ തൊഴിൽ നിയമങ്ങൾ മാറുന്നു, അതിനനുസരിച്ചുള്ള രീതികൾ മാറുന്നുണ്ട്. എന്നാൽ നമ്മുടെ തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അന്തസ്സത്ത കുറയാതെ അതിന്റെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മുടേതാണ്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് പി മോഹൻദാസ് അധ്യക്ഷനായി. അകാലത്തിൽ മരണപ്പെട്ട യൂണിറ്റ് മുൻ പ്രസിഡന്റ് കെ വി രവീന്ദ്രനെ അനുസ്മരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ കൊട്ര മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞികൃഷ്ണൻ നായർ, ജില്ലാ സെക്രട്ടറി വി വിനോദ്, സംസ്ഥാന വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ കെ ബേബിലത, ജില്ലാ ട്രഷറർ എം ബലരാമൻ നായർ, ജില്ലാ വനിതാ ചെയർപേഴ്സൺ കെ വി സീമ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ടി ബീന സ്വാഗതവും ട്രഷറർ യു ദേവരാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.